ഇതിൽ കാണുന്ന പോലെ ചെയ്യൂട്ടോ. അപ്പോൾ മലയാളം നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഇംഗ്ലീഷായിട്ടാണ് കിട്ടുകയും. അപ്പോൾ ആ ഇംഗ്ലീഷ് ഒഴിവാക്കാൻ വേണ്ടി മലയാളത്തിൽ ചെയ്യാം. കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. ഇന്നിപ്പോൾ ഞായറാഴ്ച അല്ലേ, അത്യാവശ്യം നല്ല തിരക്കാണ്. എന്നാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ നിന്ന് ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ കാത്തിരിക്കുന്നത് ദർശനം നൽകാനായിട്ട് നോക്കാനായിട്ട് നമുക്കിങ്ങനെ പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിലേക്ക് വരാം. അവിടെ വന്ന ഗണേശനെ ഒന്ന് കണ്ട് തൊഴുത് സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാനായിട്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ പോരാം. അങ്ങനെ പോരുമ്പോൾ ആ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ മുന്നിലുള്ള വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ ഇങ്ങനെ കാണാം, സ്വർണം കെട്ടിച്ച്. അതിൻ്റെ നടുക്കായി മഹാലക്ഷ്മി ദേവിയുടെ വിഗ്രഹം കാണാം. അവിടേക്ക് തൊഴുത് നമ്മൾ വാതിൽപ്പടി ഇങ്ങനെ കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ ഭാഗത്തേക്കൊന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ആ മേൽപ്പത്തൂരിരുന്ന് നാമം ചൊല്ലിയിരുന്നതും നാരായണീയം ജപിച്ച് എഴുതിയിരുന്നതൊക്കെ ആയ ആ പീഠം. ആ കെടാവിളക്കും ഇങ്ങനെ കത്തിച്ചിട്ടുണ്ട് ചില്ലുംകൂട്ടിൽ. ആ വലത്തെ സൈഡിലേക്ക് നോക്കിയാൽ ആദ്യത്തെ തൂണ് കാണാം. നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ തൂണ് കാണാം. അങ്ങനെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ എന്തൊരു രസമാണെന്നറിയോ. അമ്പാടിയിലെ ഓരോ ദൃശ്യങ്ങളാണ് നിത്യവും നമുക്കിങ്ങനെ കാണിച്ചു തരുന്നത്. ആ കളഭം കൊണ്ട് അലങ്കരിച്ച് വളരെ മനോഹരമായ ആ കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ നോക്കുക. നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാൽവളകൾ കാണാണ്ട് എന്നിങ്ങനെ നോക്കി വരുമ്പോഴേ ഒരു കാല് പിന്നിലും ഒരു കാല് മുന്നിലുമായിട്ടാണ്. അപ്പോൾ എന്താ നോക്കി ഇങ്ങനെ വരിക. അപ്പോൾ കാൽവളകൾ കാണാണ്ട് പിന്നെ ഇങ്ങനെ പട്ടുകോണൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉണ്ണിയാട്ടോ, ചെറിയ ഉണ്ണിയാണെന്ന് മാത്രമല്ല കുസൃതിക്കുട്ടനാണല്ലോ. അങ്ങനെ കാണാനുള്ളത് എന്താ വെച്ചാൽ നല്ല രസമായിട്ടുള്ള കാഴ്ച. അങ്ങനെ നോക്കുമ്പോൾ അരമണി ഇങ്ങനെ കാണാണ്ട്, അതേമാതിരി കിങ്ങിണി ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. നല്ല താഴത്തേക്ക് ഇങ്ങനെ ഞാന്ന് കിടക്കണം. നല്ല ആ നൂല് പോലെ ഇങ്ങനെ ആയിട്ട് കിടക്കണം. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാലോ വലതേ കയ്യിലും ഇടത്തെ കയ്യിലൊക്കെ എന്താ കാണുന്നത് നോക്കിയാലേ ഒരു കയ്യിൽ ഓടക്കുഴലുണ്ട്, മറു കയ്യിൽ നുണ്ണി ഇങ്ങനെ ഓടി കളിക്കുക കേട്ടോ. മറു കയ്യിൽ പട്ടം പറത്താണ് ചരട കാണുന്നത്. മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ പട്ടം കാണാനുണ്ട്. എന്തൊരു രസമായ കാഴ്ചയാണെന്നറിയോ. നല്ല രസം. പട്ടം ഇങ്ങനെ കാണുന്നു. പട്ടത്തിനെ ഓടിച്ചിങ്ങനെ നമ്മളെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി കളിക്കുകയാണ്, ഓടുകയാണ്. ആരൊക്കെ കളിക്കാനുള്ള വരൂ, നമുക്ക് കളിക്കാമെന്നാണ് പറയണത്. ആ അമ്പാടിയിലെ കളിക്കണ ആ ഒരു സ്വരം എന്തൊരു രസം. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ശ്രീലകത്ത് ഇങ്ങനെ കാണാനുള്ളത്. എന്താ രസം. എത്ര കണ്ടാലും എത്ര പറഞ്ഞാലും മതിയാവില്ല. ചെറിയ ഉണ്ണിങ്ങനെ ഓടി കളിക്കുകയാണ്, പട്ടം പറപ്പിച്ച് കളിക്കണ. കുഞ്ഞു ഉണ്ണിയോളൊക്കെ കൂടുമോ, കളിക്കാൻ കൂടുമോ? ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ് കളിക്കണേ. അപ്പോൾ ആരൊക്കെ എള്ളിച്ചാൽ വരൂ എന്നാണ് പറയണത്. അപ്പോൾ നല്ല രസമായിട്ടുള്ള ആ ഒരു കാഴ്ച അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ മാറിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ വളയം പോലത്തെ മാല ഉണ്ട്, ഒരു പതക്കം പോലത്തെ മാല ഉണ്ട്, പിന്നെ ഒരു മുല്ലമുട്ട് മാല ഉണ്ട്. അതേപോലെ കൈവളകൾ കാണാനുണ്ട്, തോൾവളകൾ കാണാനുണ്ട്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഗോപി തിലകം വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പീലി തിരുമുടി ഇങ്ങനെ കെട്ടി കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. ആ കിരീടത്തിൻ്റെ മുകളിൽ തിരുമുടി മാലകൾ വെച്ചിട്ടുണ്ട്. 2 തിരുമുടി മാലകളുണ്ട്. തെച്ചിയും വെളുത്ത പൂവും തുളസിയായിട്ടുള്ളത് തന്നെ, അതേപോലെ തന്നെ 2 എണ്ണം. പിന്നെ വലിയ ഒരു ഉണ്ടമാല ഉണ്ട്. അത് തെച്ചിയും തുളസിയും വെളുത്ത പൂവും ഇങ്ങനെ, വെളുത്ത പൂവ് കുറേശ്ശേ ഉള്ളൂ. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ വലിയ ഉണ്ടമാലകൾ 2 എണ്ണം ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വിധാനമായിട്ട് കണ്ണൻ്റെ ഏറ്റവും പ്രധാനം ഇഷ്ടപ്പെട്ട ആ തുളസി ഇങ്ങനെ 3-4 മാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ ആ ശ്രീലകത്തെ ആ ഭഗവാന്റെ ഉണ്ണിക്കണ്ണൻ്റെ രൂപം. ഓടുന്ന ഉണ്ണിക്കണ്ണൻ കേട്ടോ, ഓടിക്കളിക്കുന്ന ഉണ്ണിക്കണ്ണൻ. വളരെ രസം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തൊഴുതോളും. ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നോക്കുന്ന പോലെ നമ്മൾ മനസ്സുകൊണ്ട് അവിടേക്ക് എത്തുക. ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് നേരെ നമ്മൾ അഗ്നികോണിലുള്ള വരിക്കല്ല് നോക്കി തൊഴാം. പിന്നെ നേരെ തിടപ്പള്ളി നോക്കി തൊഴാം.
പിന്നെ നേരെ നമ്മളിങ്ങനെ വരുമ്പോൾ ആലിലെ കണ്ണനെ കണ്ട് തൊഴാം. അതേപോലെ സപ്തമാതാക്കളെ കണ്ട് തൊഴുത് നമ്മൾ വിഘ്നേശ്വരൻ്റെ അവിടേക്ക് ഇങ്ങനെ വരിക. അവിടെയൊക്കെ തിരക്കുണ്ട്. അങ്ങനെ വന്ന് നോക്കിയാൽ വിഘ്നേശ്വരനെ ഇങ്ങനെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാണ് കയറി ചെല്ലാൻ, എന്നാലും കയറാം. അങ്ങനെ കയറിയാൽ നോക്കിയാൽ നല്ല രസമായിട്ടാണ്. മുഖമൊക്കെ ഇങ്ങനെ കളഭം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. നല്ല എന്താ പറയുക, ഒരു കുറച്ച് ചന്ദനമുണ്ട്. അതേമാതിരി കളഭമൊക്കെ ആയിട്ടാണ്. കൊമ്പ്, തുമ്പിക്കൈ, അങ്ങനെ തുമ്പിക്കൈയൊക്കെ നല്ല നന്നായിട്ട് ഇങ്ങനെ കാണാനുണ്ട്. അതേമാതിരി നല്ലൊരു പൊട്ട് ഗോപി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ ഇങ്ങനെ വലിയ വട്ടത്തിലുള്ളത് വെച്ചിട്ടുണ്ട്. പിന്നെ മാലകൾ കൊടുത്തിട്ടുണ്ട്. തുളസി മാലയും തെച്ചിയും ഒക്കെ ആയിട്ടുള്ള മാലകളുണ്ട്. അർച്ചന അങ്ങനെ ധാരാളം കഴിച്ച് കാണാനുണ്ട്. അങ്ങനെ കാണാനുള്ള പിന്നെ 2 എന്താ പറയുക, നമ്മളെ കദളിപ്പഴം വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. അതാണ് ഇപ്പം ഇന്നത്തെ കാണാനുള്ള ഗണേശൻ്റെ അലങ്കാരം. പിന്നെ പാവുകൊണ്ട് ഒടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ എല്ലാവരും ആ ഗണേശനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ കണ്ട് പ്രാർത്ഥിക്കുക. ആ ഫോട്ടോൻ്റെ മുകളിൽ 2 മുല്ലമുട്ടുമാല വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ തൊഴുതോളൂ കേട്ടോ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് നമ്മൾ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടിങ്ങനെ മേൽശാന്തി ഇരിക്കുന്നിടത്തു നിന്ന് നമുക്ക് അർച്ചന പ്രസാദം വാങ്ങാം. അതിനുശേഷം വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ടിങ്ങനെ വരുമ്പോൾ നമ്മൾ നേരെ അനന്തപത്മനാഭനെ കാണാനായിട്ട് നോക്കാം. അവിടെയൊക്കെ തിരക്കുണ്ട്. എന്നാലും നമുക്കതിൻ്റെ ഇടയിൽ കൂടെ ആ കാലിൻ്റെ അവിടേക്ക് വന്ന് നോക്കിയാലേ നന്നായിട്ടുള്ള കാഴ്ച കാണാം. ധാരാളം പൂക്കളുണ്ട്. നല്ല താമരമാലകളുണ്ട്. മറ്റേ എന്താ പറയുക, ബ്രഹ്മദേവനിങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ ലക്ഷ്മി ദേവിക്കും ഉണ്ട്. പിന്നെ തുളസിമാലകൾ ധാരാളമുണ്ട്. പിന്നെ വെളുത്ത പൂവിൻ്റെ മാലകൾ ധാരാളമുണ്ട്. നല്ല ഇതായിട്ടുണ്ട്. ജമന്തി പൂവിൻ്റെ ഉണ്ട്. അങ്ങനെ മുകളിലും വിധാനമായിട്ട് നല്ല വെളുത്ത പൂവും തുളസിയൊക്കെ ആയിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തു നിന്നുള്ള പുറകു വശത്ത് വന്നിട്ട്, ശ്രീകോവിലിൻ്റെ പുറകു വശത്ത് വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരം കഴിഞ്ഞ് നീച്ചിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് കൃഷ്ണൻ്റെ അവിടെ 2-3 തുളസിമാലകൾ ചാർത്തിയിട്ടുണ്ട്. മുരുകനും തുളസിമാലകൾ ചാർത്തിയിട്ടുണ്ട്. പിന്നെ ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഹനുമാൻ സ്വാമിൻ്റെ അടുത്തേക്ക് വരിക. ഹനുമാൻ സ്വാമിൻ്റെ അടുത്ത് വരുമ്പോൾ 2-3 വെറ്റില മാലകളുണ്ട്, നാരങ്ങമാല ഉണ്ട്, കുങ്കുമമുണ്ട്. അപ്പോൾ എന്നെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവരും തൊഴുതോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് നമ്മൾ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മളിങ്ങനെ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം കാണാം. കൊടിമരം കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ നമ്മളെ മണിക്കിണർ കാണാം. അതേപോലെ ഗ്രില്ലിൻ്റെ അപ്പുറത്ത് തന്നെ കെടാവിളക്ക് കത്തി നിൽക്കുന്നു നൃത്തറയിൽ. അപ്പോൾ അതും കണ്ട് തൊഴുത് അതേപോലെ കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുതിട്ട് നമുക്ക് വടക്കേ നടയിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് വരാം. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ അവിടെയൊക്കെ ഒന്ന് തിരക്കാണ്. ഇങ്ങോട്ട് വന്ന് കിട്ടാൻ നല്ല പാടാണ്. അങ്ങനെ വന്ന് നമ്മൾ ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. പിന്നീട് തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് ഇങ്ങനെ പോവാം. ഭഗവതിയുടെ അവിടെയൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഓണമായി തുടങ്ങി, അത്തായി. അപ്പോൾ അത്തപ്പൂക്കളത്തിൻ്റെയൊക്കെ വരവ് തുടങ്ങായി. അപ്പോൾ
ഓരോന്നോരോന്ന് കാണാനുള്ള കാഴ്ചകൾ നമുക്കിങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അടുത്തേക്ക് വരിക. ഭഗവതിയുടെ അവിടെ വരുമ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ആ ഗോളകയാണ് ഇറക്കിയിട്ടുള്ളത്. അങ്ങനെ പിന്നെ ധാരാളം പൂക്കളുണ്ട് ധാരാളം. അതേപോലെ പുറകുവശത്തൊരു ചുവന്ന പട്ടിങ്ങനെ വെച്ചിട്ടുണ്ട്. ശിവേലി വിഗ്രഹത്തിനും മാലകൾ ചാർത്തിയിട്ടുണ്ട്. നല്ലൊരു ചുവന്ന പട്ട് ഉടുപ്പിച്ചിട്ടുമുണ്ട്. അതാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് അമ്മേനെ കണ്ട് പ്രാർത്ഥിക്കാം കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തി തിരിഞ്ഞ് നിന്നിട്ട് മമ്മിയൂരപ്പനെ വിചാരിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ കാണുക മനസ്സിൽ. അപ്പോൾ നമ്മളവിടെ പോയി ദർശനം കിട്ടിയ ആ പ്രതീതിയാവും. പിന്നീട് നമ്മൾ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ ചിരിക്കണതായിട്ട് തോന്നും നമുക്ക്. നമ്മുടെ കൂടെ പോരാൻ തയ്യാറായിട്ട് അല്ലെങ്കിൽ കളിക്കാൻ തയ്യാറായിട്ടുണ്ട് നിൽക്കണ പൊന്നുണ്ണിക്കണ്ണനാണ്. അപ്പോൾ ആ കാഴ്ച ഒന്നുകൂടി കണ്ട് നമ്മൾ അവിടുന്ന് നമസ്കരിച്ച് ഇങ്ങനെ വരുമ്പോൾ കൂത്തമ്പലത്തിലും വന്നിട്ടൊന്ന് നമസ്കരിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അവിടേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ നിന്ന് ഇങ്ങനെ അലങ്കാരം ആയിട്ടില്ല. അവിടെ ഇന്ന് ഗോളകയാണ്. അങ്ങനെ നോക്കിയാൽ വലിയ മാല ചാർത്തിയിട്ടുണ്ട് സ്വർണത്തിൻ്റെ. പിന്നെ എന്താ പറയുക, ധാരാളം മാലകളുണ്ട്. പിന്നെ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അത്ര തന്നെ ഉള്ളൂ. പിന്നെ കിരീടമൊക്കെ അതിൻ്റെ മുകളിലുണ്ട്. അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അയ്യപ്പസ്വാമീനെ പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനെ കണ്ട് തൊഴുത് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്നാൽ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ ഗരുഡധ്വജനെയൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ ഇനി നമുക്ക് കുളത്തെ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് കാണണം. അന്ന് പ്രദക്ഷിണം വെക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ആ കാളിയമർദ്ദന രൂപമാണ് കുളത്തിൻ്റെ നടുക്ക്. അത് കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ നമ്മൾ വന്ന് നേരെ ആ നാരായണാലയത്തിൽ കയറിയാൽ അവിടെ ധാരാളം ഭക്തരിങ്ങനെ നാമജപം നടത്തുന്നത് കാണാം. അതൊക്കെ കണ്ട് അതേപോലെ ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹത്തിനേക്ക് ഒന്ന് തൊഴുത് നമുക്കിങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ ഭഗവതിയുടെ അവിടെ ഒന്നും കൂടിയും തൊഴുത് അതേപോലെ കിഴക്കേ നടയിൽ വന്നിട്ട് വീണ്ടും നമുക്ക് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കാം. ശ്രീലകത്തേക്ക് നോക്കിയാൽ നമ്മുടെ ആ ഉണ്ണിക്കണ്ണൻ നമ്മുടെ ഒപ്പം കളിക്കാൻ കൂടുമോ എന്നുള്ളത് നമ്മുടെ ഉദ്ദേശം. ഉണ്ണി അങ്ങനെ ചോദിക്കണതേ. അപ്പം അത് കണ്ടിട്ട് നമുക്ക് ഒന്നും കൂടി തൊഴാം. പിന്നെ നമ്മളിങ്ങനെ തെക്കേ നടയിലേക്ക് വന്നാൽ ആ കൂവളത്തെ കാണാം. കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവീനെയും ഒക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ അവർ പ്രദക്ഷിണം ചെയ്യുന്ന ആ ഒരു അവസ്ഥയാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. പിന്നെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ അതുമല്ല പലരും പറയുന്നുണ്ട് കേട്ടോ, നമ്മളെ ഇംഗ്ലീഷായിട്ടാണ് കേൾക്കുന്നത്. അത് ഇതിൽ തന്നെ ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഒരു ലിങ്ക് അതിലിടാം. ലിങ്കല്ല, ഒരു വീഡിയോ പോലെ. അതെന്താ ചെയ്യേണ്ടത് പലർക്കും അറിയാം, പക്ഷേ ചിലർക്കത് അറിയാതെ, കാരണം നമ്മുടെ സൗണ്ട് മാറി കേൾക്കുകയാണ്. അവർക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ അവസാനം അതിൻ്റെ ഒരു എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറയാം കേട്ടോ. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സജീഷ് ഉത്രട്ടാതി കടം വീടാൻ വേണ്ടിയിട്ടാണ്. ഋഷഭ രോഹിണി ജോലി നേടാൻ വേണ്ടിയിട്ട്. ദേവേനയമ്മ മകം കടം തീരാൻ വേണ്ടിയിട്ട്. സുധീർ തൃക്കേട്ട അസുഖം മാറാൻ വേണ്ടിയിട്ട്. സോമവല്ലി അവിട്ടം അസുഖം മാറാൻ വേണ്ടിയിട്ട്. സരോജിനി കാർത്തിക വീടിൻ്റെ കടങ്ങൾ തീർത്ത് വീട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. അനഘകൃഷ്ണ രേവതി അർജുൻ കൃഷ്ണ മൂലം ഇവർക്ക് രണ്ടാക്കും പരീക്ഷാ വിജയത്തിനാണ്. ജയൻ ചതയം കടങ്ങൾ വീടാനും ജോലി കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇത്രയും പേരോട് പിന്നെ നമ്മളെ കൂടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട്, നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് എന്നും നന്നായിരിക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും
എന്തായാലും ധാരാളം പേർക്ക് നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനയാണ്. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ അത് കേൾക്കുന്നു എന്നുള്ളൊരു എന്താ പറയുക അനുഗ്രഹം നമുക്ക് കിട്ടുന്നുണ്ട്. പലർക്കും കാര്യങ്ങൾ നേടുന്നു എന്ന് നമ്മളെ അറിയിക്കുന്നത് വളരെ സന്തോഷം. അപ്പോൾ നമുക്കങ്ങനെ ഇനിയും ധാരാളം നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പറയാം, പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് ചെറിയൊരു കഥ. ഒരിക്കൽ ബ്രഹ്മാവ് കൃഷ്ണനെയും ബലഭദ്രനെയൊക്കെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചു. മനുഷ്യരൂപത്തിലാണ് വന്ന്. അപ്പോൾ അങ്ങനെ കൃഷ്ണനും ഭദ്രനുമൊക്കെ ഗോപന്മാരുമായിട്ട് ചേർന്ന് കാളിന്തി നദിയുടെ തീരത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ മനുഷ്യരൂപത്തിൽ വന്ന ബ്രഹ്മാവ് ഈ ഇവർക്ക് മനുഷ്യരായി പിറന്നവർക്ക് ശക്തി ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഗോപാലരുടെ കന്നുകാലികളൊക്കെ മാറ്റി അവിടുന്ന് ബ്രഹ്മാവ്. അപ്പോൾ ഗോപാലന്മാർ അവരെ പശുക്കളെ കാണാതെയപ്പോൾ ഭയങ്കര വിഷമായി. കാരണം എവിടെ ഇപ്പോൾ പോയി, എവിടെ എത്ര നോക്കിയിട്ടും കാണാനില്ല ഇനി. അപ്പോൾ കൃഷ്ണൻ അവരെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ഉയരങ്ങളിലും കാട്ടിലൊക്കെ കന്നുകാലികളെ അന്വേഷിച്ചു. പക്ഷേ എവിടെയും കാണാനില്ല. കാളിന്തി നദിയുടെ തീരത്ത് തിരിച്ചെത്തിയപ്പോൾ ഗോപാലനെയും കാണാനില്ലാതെ. അപ്പോൾ തൻ്റെ ദിവ്യശക്തികളാൽ മുഴുവൻ കാര്യത്തിൻ്റെയും കാരണം പ്രവചിച്ച കൃഷ്ണൻ തൻ്റെ ദിവ്യശക്തികളാൽ തന്നെ ഗോപാലന്മാരെയും പശുക്കളെയൊക്കെ സൃഷ്ടിച്ചു. ഒരു വർഷം അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം കൃഷ്ണനും കൂട്ടാളികളും അവരുടെ കന്നുകാലികളോടൊപ്പം ഗോവർദ്ധന പർവ്വതത്തിൽ ഇങ്ങനെ മുകളിലേക്ക് പോയി. കൃത്രിമമായി സൃഷ്ടിച്ച ഗോപാലന്മാരും കന്നുകാലികളുമാണ് ഒപ്പുള്ളത്. അപ്പോൾ അവരുടെ കൂടെ കൃഷ്ണനെ കണ്ടെത്തിയതിൽ ബ്രഹ്മാവ് പരിഭ്രാന്തനായി. കാരണം എന്താ വെച്ചാൽ താനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന അവരെ വേറെ തരത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ അവരെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവയുടെ എല്ലാം നിറം മാറാൻ തുടങ്ങി. മിനിറ്റുകളിൽ അവർ വിഷ്ണുവിൻ്റെ രൂപം ധരിച്ചു. മാത്രമല്ല അവർ മറ്റൊരു ബ്രഹ്മാവിനെയും ബ്രഹ്മലോകത്തെയും ഒക്കെ അങ്ങോട്ട് കണ്ടു ബ്രഹ്മാവെ. കാരണം താൻ ഇവരെ മാറ്റിയപ്പോൾ തന്നെയും നിർമ്മിക്കാൻ കഴിയുന്ന പരബ്രഹ്മത്തെയാണ് ആ കൃഷ്ണനിലൂടെ കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ ആകെ പേടിയായി. അപ്പോൾ മഹാവിഷ്ണുവിനെ അങ്ങനെ സ്തുതിച്ചു. അപ്പോൾ അങ്ങനെ സ്തുതിച്ചപ്പോഴാണ് താൻ അത് മായയാണ് കണ്ടതെന്ന് മനസ്സിലായത്. എന്തായാലും മഹാവിഷ്ണു മനുഷ്യനായി പിറന്നാലും ശക്തിയൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ചെറിയൊരു കഥ കേട്ടോ.